ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ ആഴ്സണൽ, ബ്രൈറ്റൺ, ന്യൂകാസ്റ്റൽ ടീമുകൾക്ക് വിജയം. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ സീസണിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ആഴ്സണൽ വോൾസിനെയാണ് പരാജയപ്പെടുത്തിയത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആഴ്സണലിന്റെ വിജയം. ഇരു ടീമുകളുടെയും മികച്ച പോരാട്ടം കണ്ട മത്സരത്തിൽ 25-ാം മിനിറ്റിൽ ബുക്കായോ സാക്കയുടെ മികച്ചൊരു ക്രോസിൽ നിന്നും മനോഹരമായ ഹെഡറിലൂടെ കായ് ഹവേർട്സ് ആഴ്സണലിന് ആദ്യ ലീഡ് നൽകി. തുടർന്ന് അവസരങ്ങൾ സൃഷ്ടിച്ച ആഴ്സണലിന് പക്ഷേ ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ 74-ാം മിനിറ്റിൽ ഹാവേർട്സിന്റെ പാസിൽ നിന്ന് ഒരു പവർഫുൾ ഷോട്ടിലൂടെ ബുക്കായോ സാക്ക ആഴ്സണലിന്റെ 2ാം ഗോളും നേടി വിജയം ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ എവറട്ടനെ അവരുടെ മൈതാനത്ത് ബ്രൈറ്റൺ തകർത്തു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രൈറ്റന്റെ വിജയം. റോബർട്ട് ഡി സെർബിക്ക് പകരമെത്തിയ യുവ പരിശീലകൻ ഫാബിയൻ ഹച്ച്ലറിന്റെ കീഴിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ബ്രൈറ്റൺ 25-ാം മിനിറ്റിൽ മിറ്റോമയിലൂടെ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ 56-ാം മിനിറ്റിൽ ഡാനി വെൽബക്ക് ബ്രൈറ്റന്റെ ലീഡ് 2 ഉയർത്തി. 66-ാം മിനിറ്റിൽ മിറ്റോമയെ ഫൗൾ ചെയ്തതിന് ആഷ്ലി യങ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ എവർട്ടൺ 10 പേരായി ചുരുങ്ങി. ഒടുവിൽ 86-ാം മിനിറ്റിൽ അഡിംഗ്ര ബ്രൈറ്റന്റെ 3ാം ഗോളും നേടി വിജയം പൂർത്തിയാക്കി. അതേസമയം പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരത്തിൽ സതാംപ്ടനെ നേരിട്ട ന്യൂകാസിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് വിജയിച്ചത്. സെന്റ് ജെയിംസ് പാർക്കിൽ നടന്ന മത്സരത്തിൽ 28-ാം മിനിറ്റിൽ പ്രതിരോധ താരം ഫാബിയൻ സ്കാർ ചുവപ്പ് കാർഡ് കണ്ടതോടെ ന്യൂകാസിൽ 10 പേരുമായാണ് കളി തുടർന്നത്. എന്നാൽ ആദ്യ പകുതിയുടെ അവസാനം ജോ ലിൻഡന്റെ ഗോൾ മത്സരത്തിന്റെ വിധി എഴുതി. ഈ ലീഡ് രണ്ടാം പകുതിയിലും പ്രതിരോധിച്ച ന്യൂകാസ്റ്റിൽ വിജയവുമായി മടങ്ങി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.